സോ അതുകൊണ്ടാണ് വോട്ടേഴ്സ് സ്ലോ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഇംപ്രൂവ്മെന്റ്സിനേക്കാൾ ക്വിക്കായിട്ടുള്ള സിംബോളിക് പ്രോമിസസിന് വോട്ട് കൊടുക്കുന്നത്. ഈ ഒരു കാര്യം നമ്മളിവിടെ ഗെയിം തിയറി വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ഗെയിം തിയറി എന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയറിയാണ്. ബേസിക്കലി മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ നമ്മളുടെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ടാക്ടിക്കൽ പ്ലാനിംഗ് ആണ് ഗെയിം തിയറി. രണ്ടുപേരോ അതിലധികം ആളുകളോ തീരുമാനം എടുക്കുന്ന സാഹചര്യങ്ങളിൽ ഓരോരുത്തരും മറ്റേയാൾ എന്ത് ചെയ്യുമെന്ന് ഊഹിച്ചാലോചിച്ച് അതിനനുസരിച്ച് തനിക്ക് ഏറ്റവും ഗുണം കിട്ടുന്ന രീതിയിൽ നീക്കങ്ങൾ നടത്തുന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്കൊരു ക്ലാസിക് എക്സാമ്പിൾ നോക്കാം. ദ 5 പൈറേറ്റ് പ്രോബ്ലം. ഇവിടെ 5 പൈറേറ്റ്സ് ഉണ്ട്. A, B, C, D, E. ഇവർക്ക് എല്ലാവർക്കും കൂടി 100 കോയിൻസും ഉണ്ട്. ആൻഡ് A ആണ് ഇതിലെ എൽഡസ്റ്റ്. ഇവിടെ 5 പേരും കൂടി ഇത് വീതിച്ചെടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ആൻഡ് റൂൾ എന്തെന്നാൽ ഒരാൾ ഒരു പ്രപ്പോസൽ വെക്കുകയാണെങ്കിൽ അതിൽ ഹാഫിൽ കൂടുതലോ വോട്ട് കിട്ടുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. അഥവാ ഹാഫിൽ കുറവാണെങ്കിൽ ആളെ കൊല്ലും. എന്നാൽ പിന്നെ 5 പേർ കൂടി 20 കോയിൻ വീതം എടുത്താൽ പോരെ, പ്രശ്നം കഴിഞ്ഞില്ല എന്നായിരിക്കും മിക്ക ആളുകളും വിചാരിക്കുന്നത്. പക്ഷെ അവർ പൈറേറ്റ്സ് ആണ്. ഒരാൾ മരിച്ചു കഴിയുകയാണെങ്കിൽ അവർക്ക് അത്രയും കൂടുതൽ കോയിൻ കൂടെ കിട്ടും. സോ നമ്മളിവിടെ പുറകിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവസാനം ഡിയും ഇയും മാത്രമാകുമ്പോൾ ഡി പറയുന്ന പ്രപ്പോസൽ ഓട്ടോമാറ്റിക്കലി അക്സെപ്റ്റ് ആകും. കാരണം ആൾക്ക് ഹാഫ് വോട്ട് മതി. സോ മുഴുവൻ കോയിനും ഡിക്ക് തന്നെയാണെന്ന് ഡി പറയുകയാണെങ്കിൽ ഇക്ക് അതിനകത്തൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി സിയും ഡിയും ഇയും ആണെങ്കിൽ സിക്ക് അറിയാൻ താൻ മരിച്ചാൽ ഇക്കൊന്നും കിട്ടില്ല എന്ന്. ആൻഡ് ഈ ഒരു കാര്യം ഇക്കും അറിയാമെന്ന ഒരു ധാരണയിൽ സി പറയും എനിക്ക് 99 കോയിൻസും അതേപോലെ തന്നെ ഇക്ക് 1 കോയിനും. സോ ഒന്നും കിട്ടാത്തതിനേക്കാൾ നല്ലത് 1 കോയിനാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ സിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും. ആൻഡ് ഇതേ കാര്യം തന്നെയാണ് 4 പൈറേറ്റ്സും 5 പൈറേറ്റ്സും ആകുമ്പോഴും സംഭവിക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നതിന്റെ റിസൾട്ട് കാരണം എയുടെ പ്രപ്പോസൽ എന്ന് പറയുന്നത് 98 കോയിൻ എയ്ക്കും ഓരോ കോയിൻ വെച്ചിട്ട് സിക്കും ഇക്കും കൊടുക്കാന്നാണ്. ഈ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സിക്കും ഇക്കും 1 കോയിൻ പോലും കിട്ടില്ല എന്ന് അവർക്കിപ്പോൾ അറിയാം. സോ അതുകൊണ്ട് തന്നെ അവർ എയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യും. ഇവിടെ ബാക്കിയുള്ളവരോട് എങ്ങനെ ചിന്തിക്കുന്നു വിചാരിച്ചിട്ടാണ് എ ഇങ്ങനെ ഒരു പ്ലാൻ പ്രപ്പോസ് ചെയ്തത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എയുടെ ഈ ഒരു പ്രപ്പോസലാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. വേറൊരു മൂവ് കൊണ്ടും എയ്ക്ക് ഇതിലും വലിയൊരു ഔട്ട്കം ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിനെയാണ് നമ്മൾ നാഷ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് പ്രെഡിക്റ്റിംഗ് സ്ട്രാറ്റജിക് ബിഹേവിയർ ഇൻ ഗെയിം തിയറി. ഇവിടെ പൊളിറ്റീഷ്യൻസ് പൈററ്റ് എയെ പോലെയാണ് ആൻഡ് ബാക്കിയുള്ളവർ വോട്ടേഴ്സിനെ പോലെ. എ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീസിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. വോട്ടേഴ്സ് ഈ ഒരു ചെറിയ ആനുകൂല്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. കാര്യം ഇത് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലാസ്റ്റിലൊന്നും കിട്ടത്തില്ല എന്ന അവസ്ഥ വരും. യഥാർത്ഥ മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ആളുകളും പെട്ടെന്ന് ഫലം കാണുന്ന വാഗ്ദാനങ്ങൾക്കാണ് വോട്ട് കൊടുക്കുക. ലൈക്ക് 10,000 രൂപ വരാൻ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ആളുകൾ സ്വാഭാവികമായിട്ട് അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. വിദ്യാഭ്യാസമോ ആരോഗ്യമോ പോലെയുള്ള വലിയ കാര്യങ്ങൾ നടപ്പിലാകാൻ സമയമെടുക്കും. മാത്രമല്ല അത് പാതി വഴിയിൽ മുടങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രഖ്യാപനങ്ങൾ പെട്ടെന്ന് നടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആളുകൾ അതിനെ കൂടുതൽ സുരക്ഷിതമായിട്ട് കാണുന്നു.